ഇപ്പോൾ കോഴിക്കോട് നിന്നും AK ലതീഷ് കൂടി ചേരുന്നുണ്ട്. കോഴിക്കോടാണ് കഴിഞ്ഞ ദിവസത്തെ കാട്ടാന ആക്രമണത്തിൽ കുറുവ ദ്വീപ് അവിടുത്തെ ജീവനക്കാരൻ മരണപ്പെട്ടത്. അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. കീർത്തി, ലതീഷ്, അവിടുത്തെ നടപടികളൊക്കെ തന്നെ പൂർത്തിയായി. എപ്പോഴാണ് മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോവുക? എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? കീർത്തി, പോളിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. 7 മണിക്ക് തന്നെ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയും വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നേരെ പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. 3 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ഇവിടെ നിന്നും പറഞ്ഞത്. എന്തായാലും പോലീസും അതേപോലെ തന്നെ വനംവകുപ്പും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2:55 കൂടിയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി വലിയൊരു ടീമിനെ തന്നെ ഇവിടെ ഒരുക്കി നിർത്തിയിരുന്നു. വയനാട്ടിൽ നിന്ന് പോളിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരും, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും എന്നറിയിച്ചതിനെ തുടർന്ന് എന്നാൽ 3:25 കൂടി മരണം സംഭവിച്ചു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായി ഡോക്ടർമാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നീട് അർദ്ധരാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകുകയായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ ആ നിലയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവനുസരിച്ചാണ് രാത്രി 10:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും അർദ്ധരാത്രിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുകയും ചെയ്തത്. തുടർന്ന് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. കീർത്തി, ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.